ഹായ്, എല്ലാവർക്കും ഡോറൂസ് കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്താനും മറക്കരുത്. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയുമായിട്ടാണ്. അപ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള ഈ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് തന്നെ കാണാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയുടെ പകുതി ഭാഗം. ഇതൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഭാഗം അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചിരകിയ തേങ്ങ കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. അധികം വറുക്കേണ്ടതില്ല, ഇത്രയും മതിയാവും. ഇനി ഇതൊന്ന് ഗ്രൈൻഡറിലോ മിക്സിയിലോ ഇട്ട് അരച്ചെടുക്കാം. തീ ഓഫ് ചെയ്യാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 6 പച്ചമുളക്. ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് 2 സവാള, 2 തക്കാളി. ഇതൊന്ന് ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത 2 സവാള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല മൂപ്പാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചതച്ചെടുത്ത പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ മൂന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് അരിഞ്ഞെടുത്ത 2 തക്കാളി അതുകൂടിയിട്ട് നല്ലോണം തക്കാളി വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലോണം വഴറ്റിയ ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി 1.5 ടീസ്പൂൺ മുളക് പൊടി, വറുത്ത മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ടും വറുത്തെടുത്തതാണ്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം പെരുംജീരകം
1/2 ടീസ്പൂൺ വറുത്തെടുത്ത പെരുംജീരകപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ വരുന്ന ചിക്കനാണ്. ഇനി ഇതൊന്ന് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പീസും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം വഴറ്റിയെടുക്കണം. ഒന്ന് നല്ലോണം വഴറ്റാം. ഇതിപ്പോൾ എല്ലാം നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഇടാൻ വിട്ടുപോയതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെള്ളം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. നല്ലോണം വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ചിക്കൻ വെന്തതിന് ശേഷം മാത്രം ചിക്കൻ മസാലപ്പൊടി ഇട്ടാൽ മതിയാവും. ഇനി കുറച്ചധികം മല്ലിയില ഇത് കൂടിയിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങയാണിത്. ഇതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊഴിച്ച ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടോടെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കി ഈ സമയം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വീണ്ടും
നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് അടുപ്പ് തുറന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്, എല്ലാം നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ തേങ്ങ അരച്ച് കൂട്ടിയ ചിക്കൻ കറി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. ഇനി അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.